ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഹങ്കർ ടീൽസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ്. പൊട്ടാറ്റോ മായോ ചിക്കൻ സാൻഡ്വിച്ച്. ഇതിൽ ഞാൻ പൊട്ടാറ്റോസ് വെച്ചിട്ട് ഒരു മയോണൈസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 100 ഗ്രാംസ് ബോൺലെസ് കട്ട് ചെയ്ത് വെച്ച് ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഒറിഗാനോവും ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസും ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊരു 1 hour മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 5 minutes മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ അനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു ടൊമാറ്റോ സീഡ് കളഞ്ഞിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ ഫില്ലിംഗ് റെഡിയായി. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പൊട്ടാറ്റോ മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടാറ്റോസ് വെച്ചിട്ട് ഒരു മയോണൈസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സോസ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് ബോയിൽഡ് പൊട്ടാറ്റോസും കുറച്ച് ഗാർലിക്, പിന്നെ ഓയിൽ, വിനീഗർ, മിൽക്ക് പൗഡറും ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം ഓരോന്നായിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടാറ്റോ മായോ അല്ലെങ്കിൽ വൈറ്റ് സോസ് റെഡിയായി. കൺസിസ്റ്റൻസി തിക്കാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് ചിക്കൻ ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ പൊട്ടാറ്റോ മായോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ മായോയിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്ലേവർ കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് സാൻഡ്വിച്ചിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടാറ്റോ മായോ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ചീസ് ഇരിപ്പില്ലെങ്കിലും പൊട്ടാറ്റോ വെച്ച് അതേ ടേസ്റ്റോടെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.